ഇന്ത്യ പാകിസ്ഥാൻ ആവേശകരമായ മത്സരത്തിൽ അതിഗംഭീര വിജയം സ്വന്തമാക്കി ടീം ഇന്ത്യ. ഇതോടെ സെമിഫൈനലും ഇന്ത്യ ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നേടിയത് 241 റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ 244 റൺസ് നേടി 6 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മത്സരത്തിൽ വിരാട് കോഹ്ലി മാൻ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്തു. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഇന്ത്യയുടെ തുടക്കം ഗംഭീരമായിരുന്നു. മികച്ച തുടക്കം നൽകി രോഹിത് ശർമ്മ മടങ്ങിയെങ്കിലും പിന്നീട് ഗില്ലും കോഹ്ലിയും ചേർന്ന് 69 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. തൊട്ടു പിന്നാലെ ശ്രേയസ് അയ്യർ ക്രീസിലെത്തിയപ്പോൾ അയ്യരും കോഹ്ലിയും ചേർന്ന് 114 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. 67 പന്തിൽ 56 റൺസാണ് ശ്രേയസ് അയ്യർ നേടിയത്. ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും ക്രീസിലെത്തുകയും ചെയ്തു. എന്നാൽ ഹൈലൈറ്റ് ആയത് 111 പന്തിൽ 7 ബൗണ്ടറി നേടിക്കൊണ്ട് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയാണ്. തൻ്റെ കരിയറിൽ വീണ്ടും ഒരു സെഞ്ചുറി പാകിസ്ഥാനെതിരെ നേടിയത് ആവേശകരമാക്കി. ആരാധകർ കാത്തിരുന്നത് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിക്ക് വേണ്ടി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആവേശകരമായതും അതുതന്നെ. മത്സരത്തിന്റെ അവസാന ഓവറുകളിലേക്ക് കോഹ്ലി സെഞ്ചുറിയിലേക്ക് എത്തുമെന്ന ആശങ്ക പലർക്കും ഉണ്ടായി. വൈഡറിനും സമയം കളഞ്ഞും പാകിസ്ഥാൻ ബോളർമാർ കോഹ്ലിക്ക് സെഞ്ചുറി കൊടുക്കാതെ വളരെയധികം കഷ്ടപ്പെടുത്തിയെന്ന് പറയാം. എന്നാൽ ബൗണ്ടറിയിലൂടെ സെഞ്ചുറി നേടിക്കൊണ്ട് വിരാട് കോഹ്ലി ക്രീസ് വിടുകയായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നത് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നീ സീനിയർ താരങ്ങളുടെ ഫോമാണ്. അക്കാര്യത്തിൽ കാര്യമായ തലവേദനകളില്ലാതെ മുമ്പോട്ട് പോകുന്നത് ഇന്ത്യയുടെ കിരീട പ്രതീക്ഷകൾ സജീവമാക്കുന്നുണ്ട്. ഇനി ന്യൂസിലൻഡുമായുള്ള മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ സെമിഫൈനലിലേക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഇന്ത്യക്ക് കടക്കാം. ഏകദേശം സെമി ഉറപ്പിച്ച സാഹചര്യത്തിൽ ടീം ആശ്വാസത്തിലാണെന്ന് തന്നെ പറയേണ്ടി വരും. ആധികാരിക വിജയം പാകിസ്ഥാനെതിരെ സ്വന്തമാക്കിയത് ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസവും കൂട്ടുന്നുണ്ട്.